ഇതാ നമുക്ക് കുറേ അരിക്കുമ്മൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ഭാഗമെല്ലാം ഇതാ പൊട്ടിച്ച് കളഞ്ഞിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ അരിക്കുമ്മൽ എന്നാണ് കേട്ടോ നമ്മളിവിടെ എല്ലാം പറയുന്നത്. എല്ലാവരും വേറെന്താ അതിന് പറയുന്നതെന്ന് അറിയില്ല. ഇതൊരു സന്ധ്യ സമയത്താണ് കേട്ടോ. പറമ്പിൽ ചേച്ചി വേറെന്തോ നോക്കുന്നതിന് വേണ്ടിയിട്ട് പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഒരുപാട് കണ്ടു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് അത് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ 2 പ്ലേറ്റ് നിറച്ചും കിട്ടി. പക്ഷേ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. എന്താ വെച്ചാൽ ഒരുപാട് മണ്ണും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇത്. അപ്പോൾ ഇത് നമ്മുടെ ഈ കുമ്മൽ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. കുറേ മണ്ണുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അതിൻ്റെ വേരും അതെല്ലാം മുറിച്ച് കളഞ്ഞ് ഒരുപാട് പ്രാവശ്യം കഴുകി ഇപ്പം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചൊരു നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുമ്മലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഞാനും ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം അമ്മയോട് ചോദിച്ചിട്ട് അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. അവർ പണ്ടൊക്കെ കുറേ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ടു, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന സാധനമാണിത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മഞ്ഞളും മുളകും ഉപ്പെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇത് വെച്ചിട്ട് ഇതായത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ചിരകി വെച്ച തേങ്ങയും ചതച്ച വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്മൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ് കേട്ടോ. പറമ്പിന്ന് ചേച്ചിയുടെ പറമ്പിന്ന് പ്രതീക്ഷിക്കാണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് വേറെന്തോ ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടുകയും ചെയ്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഇപ്പോൾ റെഡിയായി. നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇളമ്പക്കയില്ലേ, ഫ്രഷ് വാട്ടർ മസിൽസ്, അതിൻ്റെ സെയിം ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനും ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ്.